എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെട്ടിനാട് ചട്നിയാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നി. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: ഇതിലേക്ക് വേണ്ടി ഒരു മീഡിയം സൈസ് സവാള, മീഡിയം സൈസ് തക്കാളി, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 ഉണക്കമുളക്, ഒരു നുള്ളു കായപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം ശർക്കര, വാളൻപുളി വേണം, അത് ഒരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ പകുതി മതിയാകും. സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിൻ്റെ സവാളയുടെ ഈ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റാം. അത് കട്ട് ചെയ്ത സവാള സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. തക്കാളിയും വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇഞ്ചി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയാകും. ഉണക്കമുളകിൻ്റെ സ്റ്റെം മാറ്റണം. ശർക്കര ചേർത്ത് കൊടുക്കാം. പുളി ഇതിൻ്റെ കറക്റ്റ് പകുതി എടുക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ച ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച എല്ലാ ചേരുവകളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കായപ്പൊടിയാണ്, ഒരു നുള്ളു മാത്രം ചേർത്താൽ മതിയാകും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എള്ളെണ്ണ, വിളക്കെണ്ണ എന്നും പറയും, ജിഞ്ചല്ലി ഓയിൽ, ഇത് തന്നെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ചെറുതായി യോജിപ്പിച്ച ശേഷം ഒരു അടുപ്പ് കത്തിച്ച് അത് അടുപ്പിലേക്ക് വയ്ക്കാം. പ്രഷർ കുക്കർ അതിൻ്റെ മൂടി വെച്ചടച്ച ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ അടുപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. സ്റ്റീമെല്ലാം പോയ ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇതുപോലെയാണ് വെന്ത് കിട്ടേണ്ടത്. ഓവറായിട്ട് വെന്തിട്ടുമില്ല, തീരെ വേകാതെയും ഇരിക്കുന്നില്ല. ഇതൊന്ന് കുറച്ച് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് എല്ലാം ചേർത്ത് അതിലേക്ക് പകർന്നിടാം. 1/4 കപ്പ് വെള്ളം നമ്മൾ ആദ്യം ചേർത്തതല്ലാതെ വേറെ ഒരു വെള്ളവും ചേർത്തിട്ടില്ല, ഇനി ചേർക്കുകയും അരുത്. ഇനി ഇതൊന്ന് നമുക്കൊരു 30 സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ താഴെ ഒരു ടൈം ഒന്നിലിട്ട് അടിച്ചെടുക്കാം. കൂടുതൽ ബട്ടർ പോലെ ഒന്നും അരച്ചെടുക്കരുത്, എന്നാൽ അരയാതിരിക്കുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ ഇത് അരച്ചെടുക്കേണ്ടതാണ്. ഇതാ നോക്കൂ, ഇതേപോലെ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്തിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചെട്ടിനാട് ചട്നി തയ്യാറായിട്ടുണ്ട്. ഇത് ദോശ, ഇഡ്ഡലിയുടെയൊക്കെ കൂടെ വളരെയധികം മാച്ചായി പോകുന്ന ഒരു റെസിപ്പിയാണ്.
എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെയധികം ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നി. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ ടേസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ചെട്ടിനാട് ചട്നി ഇത്തരത്തിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. വളരെയധികം സ്വാദുള്ള ചട്നിയാണ്. ആരും ഇത് മിസ് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി മറ്റൊരു നല്ല തകർപ്പൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.